പേരുടെ അപ്പൻ്റെ അമ്മയുടെ മരണം കണ്ടത് എൻ്റെ ഭാര്യയാണ്. 27 ദിവസം ശരീരം ചീഞ്ഞു കിടക്കുമ്പോഴും ആ മകൾ അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഒന്നിനൊരു പരാതി പറയാതെ ഈ അമ്മയുടെ മരിച്ചു കഴിഞ്ഞപ്പോൾ പന്നിപ്പറ്റത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്നു. എന്നെ അറിയാവുന്ന സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇവിടെ വന്ന് ഞാനും കൂട്ടിയിട്ടുള്ള ആ സിസ്റ്റേഴ്സിൻ്റെ കൂടെ സിസ്റ്റർ വിളിച്ചിട്ട് വലിച്ചു കൂടിയപ്പോൾ ആമാശം പുറത്തേനോടൊരു വാക്കങ്ങൾ പറഞ്ഞു, രവി ഇത് രവിക്ക് അനുഗ്രഹമാണ്, രവിയുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അതെ, ഞാൻ സിസ്റ്റർ ധ്യാനിക്കാൻ വന്നായിരുന്നു. ഡോക്ടർ ധ്യാനികളിൽ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, തോമസിൻ്റെ ഈ പ്രസവം ഉണ്ടല്ലോ അത് അമ്മയുടെ അനുഗ്രഹമാണ്, അപ്പൻ്റെ അനുഗ്രഹമാണ്. അപ്പൻ്റെ സ്റ്റോക്ക് വീണ് തളർന്നുപോയി 5 നഗ്നമായി വാഴയിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു മരുമകളും. അപ്പോൾ അപ്പനെ പൊക്കാൻ കാര്യമായിട്ട് അമ്മായിപ്പനെ നോക്കി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവസാനം അമ്മായിയുടെ കണ്ണ് നിറഞ്ഞ് മരിച്ചു. കാരണം മക്കളൊന്നും അടുത്തില്ലായിരുന്നു. എൻ്റെ അമ്മായിമ്മ മരിക്കുമ്പോൾ പോലും അങ്ങനെയാണ്. മാധവി എന്ന് പറയും. 2 മാസക്കാരൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മരിച്ചത് 2 ആമക്കളുടെ വിട്ടു. എന്നോട് ഭാര്യ പറഞ്ഞു, ചേട്ടാ അമ്മയെ ഒന്ന് കൊണ്ടുവരാം. ഞാൻ കണ്ടുകൊണ്ട് ദിവസം പോലെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും. വണ്ടി കൊണ്ടുപോയി കൊണ്ടുവന്നു. നട്ടല്ലേ ക്യാൻസറാണ്. ഇവിടെ വന്നു നമ്മളുള്ള ധ്യാനം കൊടുത്ത് ഞങ്ങളുടെ മാധവി ഇതിനെ നടന്ന് കയറി പോയി. രാത്രി ഞാൻ പ്രസംഗം വേണ്ടി വരും. ഞാൻ ചോദിക്കും അമ്മയെ പറഞ്ഞു ഇല്ല, കാരണം ഉറക്കമില്ല, ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, കോഴ്സൊക്കെ കഴിക്കത്തുള്ളൂ. നമ്മൾ എടുത്തോണ്ട് വരും. കേട്ടോ നമ്മൾ സാരമില്ല എന്ന് പറയും. അവനില്ലേ എൻ്റെ ഇടവസുഖി അവൻ രക്ഷപ്പെടത്തില്ല. പിന്നെ അങ്ങനെ പറയുന്നത് അമ്മേ, മക്കളല്ലേ അവനെ പെട്ടിയെ പിടിക്കരുത്, ആ പെട്ടിയെ പിടിപ്പിക്കരുത്. വിഷമമെന്ന് പറയുന്നത് ഞാൻ തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും, കരയും, എന്നിട്ടോ കിടന്നോ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ പറയട്ടെ, തൊടുപുഴയിൽ നിന്ന് അനിയത്തിയെ കൂട്ടി ബ്ലഡ് മാറി മൂലവട്ടത്ത് വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് രക്ഷപ്പെടുകയല്ല, ഇതേപോലത്തെ സീരിയസ് കോഴിക്കോട് നേരെ അങ്ങോട്ട് വിട്ടോളാം. തൊടുപുഴയിൽ നിന്ന് ടാക്സി പിടിച്ച് വണ്ടിയെ കയറ്റി വിട്ടപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പോവാ. 12 പേര് എന്നോട് ചോദിച്ചു, രവി ഇനി കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, കാരണം എപ്പോഴാണ് കാണുന്നതെന്ന് അറിയത്തില്ല. അമ്മ നോക്കൂ, ഞാൻ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചേക്കാം. മരിക്കുന്ന സമയത്ത് എൻ്റെ ഇളയ ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ഞാൻ പ്രസവിക്കാതെ പോയ രവിയെ ഒന്ന് കാണാൻ പറ്റും, എന്നിട്ടാണ് കാണുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ആ മാധവിയുടെ അനുഗ്രഹവും എനിക്കുണ്ട്. വലുതും പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ. പറയട്ടെ, അതുപോലെ തന്നെ സംഭവിച്ചു. അമ്മ അമ്മയിരുന്ന് കഴിഞ്ഞായിരുന്നു. സുനി എന്ന് പറഞ്ഞ അയാളെ മോൻ പെട്ടിയെ പിടിച്ചപ്പോൾ പെട്ടി താഴത്തേക്ക് പോകും. അതിൻ്റെ കയ്യിൽ നിന്ന് കയറ് താഴത്ത് പോയി. പെട്ടിയോട് കൂടിയാണ് താഴെ വീണത്. അങ്ങനെ പെട്ടിയെ പോലും പിടിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയരുതമ്മേ, സ്വസ്ഥതയില്ല. ഇന്നും അവൻ്റെ അവൻ്റെ കുടുംബത്തിലൊന്നും സ്വസ്ഥതയില്ല. സ്വസ്ഥത കിട്ടത്തില്ല. കാരണം എന്താ? അമ്മയുടെ ശാപം. അതാ പ്രഭാഷകൻ 3:3 പിതാവിനെ ബഹുമാനിക്കുന്നവൻ എന്ന് പറഞ്ഞ് തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നു. മാതാവിനെ മഹത്വപ്പെടുത്തുന്നവൻ ഭൂമിയിൽ നിക്ഷേപം കൂട്ടി വെക്കുന്നു. അമ്മായിച്ച മരിക്കുമ്പോഴും ഞാൻ വയനാട്ടിലുണ്ടായിരുന്നു.